ഹായ് ഓൾ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ആദ്യത്തെ ടോപ്പിക് നോർമൽ ത്രസ്റ്റ് റേഡിയൽ ഷിയർ അറ്റ് എനി സെക്ഷൻ ഓഫ് എൻ ആർച്ച്. ഓക്കെ, അപ്പം ഇത് നോർമൽ ത്രസ്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ റേഡിയൽ ഷിയറിനെ കുറിച്ചും ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവാം. അതുപോലെ അതിൻ്റെ ഇക്വേഷൻസ്, അതായത് നോർമൽ ത്രസ്റ്റ് കണ്ടുപിടിക്കാനും റേഡിയൽ ഷിയർ കണ്ടുപിടിക്കാനും യൂസ് ചെയ്യുന്ന ഇക്വേഷൻസും നമുക്ക് ഇവിടെ ഫോം ചെയ്യാം. ഓക്കെ, ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് അലോങ് ദ നോർമൽ ഓഫ് ദ ആർച്ച് പ്ലെയിൻ ഈസ് കോൾഡ് നോർമൽ ത്രസ്റ്റ്. ഓക്കെ, അതായത് ആർച്ചിൻ്റെ പ്ലെയിൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഓരോ സെക്ഷൻ എടുത്തിട്ട് ആ ഓരോ സെക്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് ആർച്ചിൻ്റെ പ്ലെയിൻ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം അത് കേവ്ഡ് ആയതുകൊണ്ട് തന്നെ ഓരോ എക്സ് ഡിസ്റ്റൻസ് നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർച്ചിൻ്റെ പ്ലെയിൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഒരേ പോലെ ആയിരിക്കില്ല അല്ലേ, ആ കേവിനനുസരിച്ചിട്ടായിരിക്കും ആർച്ച് പ്ലെയിൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആർച്ച് പ്ലെയിനിന്, അതായത് ഇപ്പോൾ നമ്മൾ എവിടെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും ആ കറസ്പോണ്ടിങ് സെക്ഷനിൽ ആർച്ച് പ്ലെയിനിന് നോർമലായിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അതായത് ആ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് നോർമൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് അലോങ് റേഡിയൽ ഡയറക്ഷൻ ഓഫ് എൻ ആർച്ച് പ്ലെയിൻ ഈസ് കോൾഡ് റേഡിയൽ ഷിയർ. അതായത് ഇപ്പോൾ ആർച്ചിൻ്റെ സെക്ഷൻ, അതായത് ഇപ്പോൾ നമ്മളൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ആർച്ച് പ്ലെയിന് അലോങ് ആയിട്ട്, അതായത് ഷിയർ ഫോഴ്സ് ഒക്കെ ആക്ട് ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് റേഡിയൽ ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതായത് ആർച്ച് പ്ലെയിനിന് അലോങ് ആയിട്ട്, ആ പ്ലെയിനിലൂടെ തന്നെ മറ്റേത് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്നതാണ് നോർമൽ ത്രസ്റ്റ്. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു എക്സ് ഡിസ്റ്റൻസിൽ സെക്ഷൻ കട്ട് ചെയ്താന്ന് വിചാരിച്ചോ. അപ്പോൾ സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആർച്ച് പ്ലെയിൻ. അതായത് ഇതിപ്പോൾ ഒരു സ്ഥലത്ത് കട്ട് ചെയ്താൽ ഇതിന് അലോങ് ആയിട്ടായിരിക്കും ആ പ്ലെയിൻ. ഇതിപ്പോൾ കേവ് ആയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആർച്ചിൻ്റെ പ്ലെയിൻ. അതിന് നോർമലായിട്ട്, അതായത് ഈ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് എൻ, അതാണ് നോർമൽ ത്രസ്റ്റ്. ഓക്കെ, അതേപോലെ ഈ പ്ലെയിനിന് അല്ലെങ്കിൽ ഈ ക്രോസ് സെക്ഷൻ അലോങ് ആയിട്ട്, അതായത് ഇതിലൂടെ ഇങ്ങനെ ആക്ട് ചെയ്യുന്നു, അതായത് ആ ഷിയർ ഫോഴ്സ് ഒക്കെ ആക്ട് ചെയ്യുന്ന രീതിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് റേഡിയൽ ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് നമുക്ക് ക്യൂ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. ക്ലിയർ ആയോ? അതായത് ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് അലോങ് നോർമൽ ഓഫ് ദ ആർച്ച് പ്ലെയിൻ, ഈ ആർച്ച് പ്ലെയിൻ്റെ നോർമലായിട്ട് ആക്ട് ചെയ്യുന്നതാണ് നോർമൽ ത്രസ്റ്റ്. അതേപോലെ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് അലോങ് റേഡിയൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ, ഓക്കെ, റേഡിയലായിട്ട് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ഒക്കെ ആക്ട് ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്യുന്നതാണ് റേഡിയൽ ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് ജസ്റ്റ് ആ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് ഒരു ഐഡിയ ആയോ? ഓക്കെ, ഇപ്പോൾ ഈ ഫിഗർ നോക്കിക്കോ. ഇതൊരു 3 ഹിഞ്ചഡ് ആർച്ചാണ്. രണ്ട് സപ്പോർട്ടിലും ഓരോ ഹിഞ്ചുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൽ, ആർച്ചിൻ്റെ സെൻറ്റർ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് മാക്സിമം റൈസ് വരുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ഹിഞ്ച് ഉണ്ട്. ഓക്കെ, എ ബി സി. ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റിലും എ എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലും ഹിഞ്ച് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം റൈസ് എന്ന് പറയുന്നത് ഈ ആർച്ചിൻ്റെ 6 ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഹിഞ്ചഡ് സപ്പോർട്ടാണ്. ഹിഞ്ചഡ് സപ്പോർട്ട് ആയതുകൊണ്ട് ഹിഞ്ചഡ് സപ്പോർട്ടിൽ എത്ര റിയാക്ഷൻസ് ഉണ്ടാവും? വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും ഉണ്ടാവും അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ബി എന്ന് പറയുന്നതിലും വെർട്ടിക്കൽ ഹൊറിസോണ്ടലും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 റിയാക്ഷൻസ്, അതായത് വെർട്ടിക്കൽ 2 ഹൊറിസോണ്ടൽ 2, ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻസ് 4 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, ഓരോ സപ്പോർട്ടിലും ഹൊറിസോണ്ടലും വെർട്ടിക്കലും റിയാക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇത് സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും അല്ലേ. ഇതിങ്ങനെ ഇങ്ങോട്ട് താഴ്ന്നിട്ട് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് സെപ്പറേറ്റഡ് ആയി പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻസ് എങ്ങനെയായിരിക്കും? ഇതിൻ്റെ ടുവേർഡ്സ് ആയിരിക്കും, അതായത് കംപ്രസീവ് ആയിട്ടായിരിക്കും റിയാക്ഷൻസ്. അതേപോലെ തന്നെ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും എങ്ങനെയായിരിക്കും? കംപ്രസീവ് ആയിട്ടായിരിക്കും ഇതിലും ഈ ആർച്ചിലേക്കും ആക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതിൽ ലോഡ് തന്നിട്ടുണ്ട്. ഓരോ പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ W1 W2 എന്ന് പറയുന്ന 2 പോയിന്റ് ലോഡും, അതേപോലെ ഈ ഹാഫിൻ്റെ ഇപ്പുറത്ത് W3 എന്ന് പറയുന്ന ഒരു പോയിന്റ് ലോഡും, അതുപോലെ തന്നെ ഒരു UDLും തന്നിട്ടുണ്ട്. ഓക്കെ, W പെർ മീറ്റർ ലെങ്ത്തിൽ W എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡുള്ള ഒരു UDLും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇതിലൊരു സെക്ഷനുണ്ട് D എന്നാണ്. ഓക്കെ, ഡി എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ ഒരു ഡിസ്റ്റൻസ് മാറിയിട്ട്, ഒരു ഡിസ്റ്റൻസ് മാറിയിട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് മനസ്സിലാക്കിയാൽ മതി. ഒരു ഡിസ്റ്റൻസ് മാറിയിട്ട് നമ്മൾ ആർച്ചിൻ്റെ അകത്തൊരു പോയിന്റ് ഡിയും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ
സ്പ്രിങ്ങിങ് ലൈനാണ് ആർച്ച് അല്ലേ, ഒരേ ലെവലിൽ സ്പ്രിങ് ചെയ്യുന്ന ഒരു 3 hinge ആർച്ചാണ്, അതിലേക്ക് ലോഡും ആക്ട് ചെയ്യുന്നുണ്ട്. കൺസിഡർ എ 3 hinged arch subjected to loads as shown in figure. Since the ends are hinged, there will be 2 reaction components at each end, namely vertical and horizontal. Hence there are 4 reaction components, namely VA, HA, VB and HB. ഓക്കെ, അപ്പം രണ്ട് എൻഡും ഹിഞ്ചഡ് സപ്പോർട്ട് ആയതുകൊണ്ട് ആ ഓരോ സപ്പോർട്ടിലും ഓരോ വെർട്ടിക്കൽ റിയാക്ഷൻ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് അവിടെയുള്ള റിയാക്ഷൻസ് 4 ആണ്. അപ്പോൾ VA, HA, VB, HB എന്ന് പറഞ്ഞ് നമുക്കതിനെ നെയിം ചെയ്യാം. എ എന്ന് പറയുന്ന പോയിന്റിൽ VAയും HAയും ആക്ട് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന പോയിന്റിൽ VBയും HBയും ആക്ട് ചെയ്യുന്നു. Bending moment MA, MB and MC are equal to 0. അതായത് MA is equal to MB is equal to MC is equal to 0. അതായത് എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും സപ്പോർട്ടാണ്, അവിടെ ഹിഞ്ചാണ്. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന അവിടെയും ബി എന്ന് പറയുന്ന അവിടെയും വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു 0. അതേപോലെ സി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഹിഞ്ച് ഉണ്ട്. അപ്പോൾ ആ ഹിഞ്ച് അവിടെ ഉള്ളത് കൊണ്ട് സി എന്ന് പറയുന്ന പോയിന്റിലുള്ള ബെൻഡിങ് മൊമെൻറ്റും 0 ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് സപ്പോർട്ടാണ്, നടുക്കത്തെ ഒരു ഹിഞ്ചും വരുന്നത് കൊണ്ട് തന്നെ അവിടെ 3 സ്ഥലത്തും ബെൻഡിങ് മൊമെൻറ്റ് 0 എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അതായത് MA, MB, MC ഈസ് ഈക്വൽ ടു 0. അതായത് 3 പോയിന്റിൽ ഹിഞ്ച് ഉണ്ട്, അതിൽ എയും ബിയും സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 പോയിന്റിലും വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ VA, HA, VB, HB എന്ന് പറയുന്ന വെർട്ടിക്കൽ റിയാക്ഷൻസും അതുപോലെ തന്നെ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് MA, MB, MC എന്ന് പറയുന്ന 0 ആണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇഫ് നോ ഹൊറിസോണ്ടൽ ലോഡ് ഈസ് ആക്ടിങ്, വിച്ച് ഈസ് ദ യൂഷ്വൽ കേസ്, HA ഈസ് ഈക്വൽ ടു HB ഈസ് ഈക്വൽ ടു H. അതായത് ഇവിടെ ഇപ്പം നമ്മൾ ഈ ഫിഗറിൽ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് പോലും ആക്ട് ചെയ്യുന്നില്ല. നോർമലി ഒരു ആർച്ചിലും അങ്ങനെ തന്നെയായിരിക്കും. ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യാനുള്ള സാധ്യതയില്ല, വളരെ കുറവാണ്. ഇപ്പം ബ്രിഡ്ജൊക്കെ ആണെങ്കിലും അതിലൂടെ വെഹിക്കിൾസ് മൂവ് ചെയ്യുമ്പം അവിടെയൊക്കെ വെർട്ടിക്കലായിട്ടുള്ള ലോഡ്സ് തന്നെയാണ് അവിടെ ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വെർട്ടിക്കൽ ലോഡ്സ് തന്നെയാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ലോഡ് അവിടെ വരുന്നില്ല. അപ്പം ഹൊറിസോണ്ടൽ ലോഡ് വരാത്തത് കൊണ്ട് നമുക്ക് രണ്ട് എൻഡിലും വരുന്ന റിയാക്ഷൻ HA എന്ന് പറയുന്നത് HB എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഓക്കെ, വേറെ ഹൊറിസോണ്ടൽ ലോഡൊന്നും വരാത്തത് കൊണ്ട്, അതായത് ഈ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ലോഡിൽ നിന്ന് തന്നെയാണ് അവിടെ ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് എൻഡിലും സെയിം ആയിരിക്കും, ഹൊറിസോണ്ടൽ ലോഡ് ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് HA ഈസ് ഈക്വൽ ടു HB ഈസ് ഈക്വൽ ടു H എന്ന് പറഞ്ഞിട്ട് എഴുതാം, ഒരു കോമൺ ടേം എന്നുള്ള രീതി. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് രണ്ട് എൻഡിലും നമുക്ക് HA HB എന്ന് എഴുതാതെ വേണമെങ്കിൽ H എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ഓക്കെ, സിൻസ് ദ ലോഡ്സ് ടെൻഡ് ടു സ്പ്രെഡ് ദ ആർച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. അതായത് ഈ ലോഡ് എന്താ ചെയ്യുന്നത്, ആ രണ്ട് സപ്പോർട്ടും വിട്ടു പോകാനുള്ള, അകന്നു പോകാനുള്ള ഒരു രീതിയിലാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ അകന്നു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക അല്ലേ. അതുകൊണ്ട് തന്നെ ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഓർ ഹൊറിസോണ്ടൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ തന്നെയാണ്. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഓർ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഈസ് ഇൻ ദ ഇൻവേർഡ് ഡയറക്ഷൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇൻവേർഡ് ആണ്, അതായത് ടുവേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്, ഞാൻ ഫിഗറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കൺസിഡർ എ സെക്ഷൻ അറ്റ് D. അപ്പം ഒരു സെക്ഷൻ D എന്ന് പറയുന്ന പോയിന്റിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക. ലെറ്റ് V ഈസ് ഈക്വൽ ടു വെർട്ടിക്കൽ ഷിയർ. അപ്പോൾ ആ D എന്ന് പറയുന്ന സെക്ഷനിലുള്ള വെർട്ടിക്കൽ ഷിയർ അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ്. അപ്പോൾ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ആ ഒരു സെക്ഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൻ്റെ ലെഫ്റ്റ് നിന്നോ അല്ലെങ്കിൽ റൈറ്റ് നിന്നോ ഉള്ള ഫോഴ്സസിൻ്റെ സമ്മാണ് ഷിയർ ഫോഴ്സ്. അതാണ് ഇവിടെ V. ഓക്കെ, V ഈസ് ഈക്വൽ ടു വെർട്ടിക്കൽ ഷിയർ ഓർ ഷിയർ ഫോഴ്സ് അറ്റ് ദ സെക്ഷൻ. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയൽ ഷിയർ, ഞാൻ നേരത്തെ ആ ഒരു ഫിഗറിൽ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയൽ ഷിയർ ആണ്. റേഡിയൽ ഷിയറിൻ്റെ ഡെഫിനേഷൻ നമ്മൾ നോക്കി. N ഈസ് ഈക്വൽ ടു നോർമൽ ത്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം Qൻ്റെയും Nൻ്റെയും ഇക്വേഷനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതായത് D എന്ന് പറയുന്ന സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് Qൻ്റെയും Nൻ്റെയും ഇക്വേഷൻ, അല്ലെങ്കിൽ ഏത് സെക്ഷനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു Qൻ്റെയും Nൻ്റെയും ഇക്വേഷനാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു D എന്ന് പറയുന്ന സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് V എന്ന് പറയുന്ന വെർട്ടിക്കൽ ഷിയർ ഫോഴ്സ് ആണെന്നുള്ളതും Q എന്ന് പറയുന്ന റേഡിയൽ ഷിയർ ആണെന്നുള്ളതും N നോർമൽ ത്രസ്റ്റ് ആണെന്നുള്ളത് നമ്മൾ എടുത്തു. ഓക്കെ, ഇപ്പോൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇപ്പം ആ D എന്ന് പറയുന്ന സെക്ഷനാണ്. D എന്ന് പറയുന്ന സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവിടുത്തെ ആ കേവാണ്, ആ കേവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിപ്പോൾ ആ സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എന്താണ്, ആ ഒരു പ്ലെയിനിന്, ആർച്ചിൻ്റെ പ്ലെയിനിന് നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് N, അതുപോലെ തന്നെ അതിന് റേഡിയലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് Q, അത് രണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോർമലി ഉള്ള ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഈ ഹൊറിസോണ്ടലുമായിട്ട് ഇവിടെ നോർമൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. ഓക്കെ, ഹൊറിസോണ്ടലുമായിട്ട് നോർമൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി തീറ്റയൊക്കെ ഇപ്പം സർക്കുലർ ആർച്ചസ് ആണെങ്കിലും അതുപോലെ തന്നെ പാരബോളിക് ആർച്ച് ആണെങ്കിലും തീറ്റ എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സെക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അത് തന്നെയാണ് തീറ്റ. അത് തന്നെയാണ് ഇവിടെയും. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ ശരിക്കും വെർട്ടിക്കൽ ലോഡ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ടല്ലേ. ആർച്ചിൽ വെർട്ടിക്കൽ ലോഡ് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ആ വെർട്ടിക്കൽ ലോഡിൽ നിന്നാണ് വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോം ആവുന്ന അല്ലെങ്കിൽ ഇവിടെ ആക്ട് ചെയ്ത് താഴോട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആർച്ചിൻ്റെ പ്ലെയിനിനല്ല, ജസ്റ്റ് നോർമലി നമ്മളെ വി എന്ന് പറയുന്ന ഫോഴ്സും എച്ച് എന്ന് പറയുന്ന ഫോഴ്സും ശരിക്കും ഉള്ള പ്ലെയിനിൻ്റെ ആർച്ചിൻ്റെ പ്ലെയിൻ അല്ല, നോർമലി ഉള്ള പ്ലെയിനിൻ്റെ വെർട്ടിക്കൽ ഫോഴ്സും ഹൊറിസോണ്ടൽ ഫോഴ്സുമാണ്. അതായത് പുറമേ നിന്ന് ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സ് മുഖേന വരുന്നതാണ്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ നേരത്തെ ഇവിടെ ഫിഗറിൽ W1 ഇവിടെ ഒരു UDL ഉണ്ടായിരുന്നു, W2 W3 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലോഡുകളൊക്കെ ഇതിൽ ആക്ട് ചെയ്യുമ്പം വരുന്നതാണ് വി എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ. അതായത് ഷിയർ ഫോഴ്സ്. അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ഈ ഒരു സ്ഥലത്തിൽ D എന്ന് പറയുന്ന അവിടുത്തെ ഷിയർ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഫോഴ്സ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. ലെഫ്റ്റ് സൈഡിൽ VA എന്ന് പറയുന്ന റിയാക്ഷൻ മേലോട്ടുണ്ട്. അപ്പം VA ഇവിടെ താഴോട്ട് W1, അപ്പം VA മൈനസ് W1, വേറെ ഫോഴ്സ് ഒന്നും ഇതിൻ്റെ ഇടയ്ക്കില്ല. അപ്പോൾ ഇവിടെ വരുന്ന V എന്ന് പറയുന്ന വാല്യൂ എന്താണ്? VA മൈനസ് W1 ആണ്. അതാണ് ഷിയർ ഫോഴ്സ്. അപ്പോൾ അവിടെ ആ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ ഇതിനെ ഈ ലോഡിന് മുഖേന ഇതിനെ സ്പ്രെഡ് ചെയ്ത് പോകാൻ അങ്ങോട്ടേക്ക് നീങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. അപ്പോൾ അതിന് ഓപ്പോസ് ചെയ്തൊരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ഈ താഴോട്ട് ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ആർച്ചിൻ്റെ ആ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് കേവാണ്, കേവി ആയിട്ടാണ് അല്ലേ, കേവ്ഡ് നേച്ചറാണ്. അപ്പോൾ കേവ്ഡ് നേച്ചർ ആയതുകൊണ്ട് തന്നെ ആ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹൊറിസോണ്ടൽ ഫോഴ്സും ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എച്ച് എന്ന് പറയുന്ന ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സസിൽ നിന്ന് നമുക്ക് ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷനിലുള്ള ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് ഈ വാല്യൂ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഈക്വൽ തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ D എന്ന് പറയുന്ന സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ലോഡ് മുഖേന ഇതിലേക്ക് വരുന്ന രണ്ട് ഫോഴ്സസ് ഒന്ന് വിയും ഒന്ന് എച്ചും ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന ഫോഴ്സസ് വിയും എച്ചും ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് N-ഉം Q ആണ്. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആർച്ചിലേക്ക് വരുന്ന ഫോഴ്സ്, അതായത് ശരിക്കും ഈ ലോഡ് മുഖേന എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ലോഡ് മുഖേന ആർച്ചിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടും അല്ലെങ്കിൽ പ്ലെയിനിന് എലോങ് ആയിട്ടുമാണ് ഫോഴ്സസ് ശരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ ഈ ആർച്ചിൽ റെസിസ്റ്റൻസ് വരുന്നത്. പക്ഷെ നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇവിടെ വരുന്ന ഷിയർ ഫോഴ്സും ഇവിടെ വരുന്ന ഈ ആർച്ചിൽ വരുന്ന മാക്സിമം ഹൊറിസോണ്ടൽ ഫോഴ്സുമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ഈ വെർട്ടിക്കലും ഹൊറിസോണ്ടലും അതായത് ഷിയർ ഫോഴ്സും ഹൊറിസോണ്ടൽ ഫോഴ്സും കണ്ടുപിടിച്ചിട്ട് അതിൽ നമുക്ക് N-ഉം Q-ഉം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതായത് ഈ എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ഈ ലോഡിൽ നിന്ന് നമുക്കിപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇവിടെ വരുന്ന നോർമലി ഉള്ള ഷിയർ ഫോഴ്സും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഫോഴ്സുമാണ്. അതായത് മാക്സിമം ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഈക്വലൻ്റ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ നിന്ന് നമ്മൾ ഈ ആർച്ചിൻ്റെ പ്ലെയിനിന് അലോങ് ആയിട്ടും പെർപെൻഡിക്കുലർ ആയിട്ടും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അതാണ് N-ഉം Q-ഉം. ഓക്കെ, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വിയും എച്ചും കണ്ടുപിടിച്ചിട്ട് N-ഉം Q-ഉം കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒരു ഐഡിയ ആയോ ശരിക്കും? അതായത് ഒന്നുമില്ല, അതായത് D എന്ന് പറയുന്ന സെക്ഷൻ നമ്മളവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കേവിന് അലോങ് ആയിട്ടായിരിക്കും അവിടുത്തെ പ്ലെയിൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ ആർച്ചിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ ആർച്ചിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നോർമൽ ത്രസ്റ്റും അതുപോലെ തന്നെ അതിന് റേഡിയലായിട്ട് ആക്ട് ചെയ്യുന്ന റേഡിയൽ ഷിയറുമാണ്. ഓക്കെ, അത് രണ്ട് ഫോഴ്സസുമാണ് ശരിക്കും ആർച്ചിൽ വരുന്നത്. പക്ഷേ നമ്മൾ ആ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പം നോർമലി ഉള്ള ഒരു ബീം പോലെ തന്നെ നമുക്ക് അവിടെ വരുന്ന ഷിയർ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഈ വാല്യൂസ് N-ഉം Q-ഉം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെർട്ടിക്കൽ ഷിയർ ഫോഴ്സ് നമ്മളവിടെ കണ്ടുപിടിക്കുന്നത്. വെർട്ടിക്കൽ ഷിയർ ഫോഴ്സും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ റിയാക്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ആർച്ചിൻ്റെ ആ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം ഹൊറിസോണ്ടൽ ഫോഴ്സും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ രണ്ട് ഫോഴ്സുകളിൽ നിന്ന് നമ്മൾ Q-ഉം അതുപോലെ തന്നെ N-ഉം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഐഡിയ ആയോ? ഇപ്പോൾ ഷിയർ ഫോഴ്സ് എങ്ങനെയാണ് ഈ V എന്ന് പറയുന്ന വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു.
അതുപോലെ എച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടുത്തെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിച്ചാൽ മതി. ഹൊറിസോണ്ടൽ റിയാക്ഷൻ നിങ്ങൾ എന്തിലാണ് സസ്പെൻഷൻ കേബിളിൽ നോക്കിയിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേ രീതി തന്നെയാണ് ഇവിടെയും കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വിയും എച്ചും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ആ രണ്ട് വാല്യൂകളിൽ നിന്ന് നമ്മൾ എന്നും ക്യൂവും കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഒരു പോർഷൻ തന്നെ നമുക്കൊന്ന് മാറ്റി വരയ്ക്കാം. ഇത് മാത്രം എടുത്ത് വരയ്ക്കാം. ഈ ഒരു സെക്ഷൻ, ഈ ഒരു പോർഷൻ മാത്രം നമുക്കൊന്ന് മാറ്റി വരച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. അത് ഫിഗർ സിയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ആ സെക്ഷനിൽ വരുന്ന ഫോഴ്സ് മാത്രം എടുത്ത് വരച്ചതാണിത്. ഓക്കെ, ഇതിപ്പം ഡി എന്ന് പറയുന്ന പോയിൻ്റ് ആണെങ്കിൽ, ഓക്കെ ഇതിപ്പോൾ ഡി എന്ന് പറയുന്ന പോയിൻ്റ് ആണെങ്കിൽ ആ ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുന്ന ഫോഴ്സസ് ആണ് വി എച്ച്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫോഴ്സസ് അത് ഇതിലേക്ക് വരുന്നുണ്ട്. ഇത് നോർമലി നോർമലി ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് ഹൊറിസോണ്ടൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ഓക്കെ, അതേപോലെ എന്നും ക്യൂ എന്ന് പറയുന്നത് ആർച്ചിൻ്റെ പ്ലെയിനിന് ഹൊറിസോണ്ടലായിട്ടും പെർപെൻഡിക്കുലറായിട്ടും ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ് എന്നും ക്യൂ. എൻ എന്ന് പറയുന്നത് നോർമൽ ത്രസ്റ്റ്, അതായത് ആർച്ചിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് അല്ലെങ്കിൽ നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, അതേപോലെ ഇത് റേഡിയൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതാണ് റേഡിയൽ ഷിയർ. ഓക്കെ, ഇനി ഈ രണ്ട് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് വി എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, എച്ച് എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഈ രണ്ട് വാല്യൂകളിൽ നിന്ന് നമ്മൾ എന്നും ക്യൂവും കണ്ടുപിടിക്കാൻ പോവുക. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ റിസോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, അതായത് ഈ രണ്ട് ഫോഴ്സസ് ഈ ഒരു പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഈ ഒരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് ഇതാണ് നമ്മളെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും. ഇനി ഈ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സസ് നമ്മൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? റിസോൾവ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പം ഈ നോർമലും ഹൊറിസോണ്ടലും തമ്മിൽ മേക്ക് ചെയ്യുന്ന, അതായത് നോർമൽ ത്രസ്റ്റും ഹൊറിസോണ്ടലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. അപ്പോൾ ഈ വെർട്ടിക്കലും ഈ നോർമൽ ത്രസ്റ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 - തീറ്റ. അതേപോലെ തന്നെ ഈ വെർട്ടിക്കലും റേഡിയൽ ഷിയറും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. ഓക്കെ, കാരണം ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 90 - തീറ്റ ആണെങ്കിൽ ഇത് തീറ്റ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ രണ്ടിന് സമം 90 വരണം. അതേപോലെ ഇതിൻ്റെ രണ്ടിന് സമം 90 വരണം. അതേപോലെ ഇതിൻ്റെ രണ്ടിന് സമം 90 വരണം, ഈ രണ്ട് ആംഗിളിൻ്റെ. അപ്പോൾ ഇത് 90 - തീറ്റ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്കിത് എഴുതാം. ഇത് ക്ലിയർ ആയോ? ഫിഗർ ക്യൂ ആക്ട് ചെയ്യുന്നു, ഇങ്ങനെ ആക്ട് ചെയ്ത് പോകുന്നു. എൻ ഇങ്ങനെ ആക്ട് ചെയ്ത് പോകുന്നു. വി ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. എച്ച് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ആംഗിൾസ് ഫോം ചെയ്തതും ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ ക്യൂവിൻ്റെയും എന്നിൻ്റെയും വാല്യൂ ആണ് എഴുതാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് എഴുതാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫ്രം ഫിഗർ ബി ആൻഡ് സി നോർമൽ ടു ദ സെക്ഷൻ മേക്ക് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. അതായത് ഫിഗർ ബിയിലും സിയിലും നോക്കിക്കഴിഞ്ഞാൽ ആ സെക്ഷൻ അതായത് ആ ആർച്ചിൻ്റെ സെക്ഷന് നോർമലായിട്ട് ആക്ട് ചെയ്യുന്നത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ എൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നിൻ്റെ ഡയറക്ഷൻ നമുക്കിവിടെ ക്ലിയർ ആണ്. ഓക്കെ, എൻ എങ്ങനെ ആക്ട് ചെയ്യുന്നത്? എൻ ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ് അല്ലേ, ഇങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഏതൊക്കെ ഫോഴ്സസാണുള്ളത്, ഏതൊക്കെ ഫോഴ്സസിൽ നിന്നാണ് ആ എൻ എന്ന് പറയുന്ന ഫോഴ്സ് അവിടെ ഡെവലപ്പ് ആയിരിക്കുന്നത്? അപ്പോൾ നമുക്കറിയാവുന്ന ഫോഴ്സുകളായ എച്ചിൽ നിന്നും വിയിൽ നിന്നുമാണ് ഈ എൻ എന്ന് പറയുന്ന ഫോഴ്സ് ഡെവലപ്പ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ എന്നും ക്യൂ ഉള്ള ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എച്ച് ആണ്. അപ്പോൾ ഇതിനെ ഈ നോർമലിന് കറസ്പോണ്ടിങ് ആയിട്ട്, നോർമൽ ത്രസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എച്ചിനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആംഗിൾ തീറ്റയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനോട് ചേർന്ന് കിടക്കുന്ന ആംഗിൾ തീറ്റ ആയതുകൊണ്ട് എച്ച് കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് റിസോൾവ് ചെയ്താലും എന്നിൻ്റെ അതേ ഡയറക്ഷൻ ആയതുകൊണ്ട് പ്ലസ് വരും, എച്ച് കോസ് തീറ്റ. അപ്പോൾ എച്ചിനെ നമ്മൾ എന്നിൻ്റെ ടേംസിലേക്ക് റിസോൾവ് ചെയ്തു. ഓക്കെ, എൻ ഈസിക്കൽ ടു എച്ച് കോസ് തീറ്റ എന്നുള്ളൊരു ടേമായി. ഇനി അതിൻ്റെ കൂടെ എന്തും കൂടിയും വരും? വിയും കൂടിയും വരും. വിന് എന്ത് ചെയ്യണം? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് റിസോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ എടുക്കുകയാണെങ്കിൽ ഈ വി ഇതിനെ ഇങ്ങോട്ടേക്ക് റിസോൾവ് ചെയ്യണം അല്ലേ. ഇത് ആംഗിൾ തീറ്റയാണ്, ഇത് 90 - തീറ്റയാണ്. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്കാണ് റിസോൾവ് ചെയ്യുന്നതെങ്കിൽ ഇത് ഈ ആംഗിളിനോട് ചേർന്ന് നിൽക്കുന്നതല്ല, ആംഗിളിനോട് ചേർന്ന് നിൽക്കുന്ന ക്യൂ ആണ്. അപ്പോൾ എന്ത് വരും? ബി സൈൻ തീറ്റ എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ, ബി സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാലും ഈ എന്നിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് വി ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എൻ ഈസിക്കൽ ടു എച്ച് കോസ് തീറ്റ പ്ലസ് ബി സൈൻ തീറ്റ എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എന്നിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതി, എൻ ഈസിക്കൽ ടു എച്ച് കോസ് തീറ്റ പ്ലസ് വി സൈൻ തീറ്റ. ഓക്കെ, ഇനി നമുക്ക് ക്യൂവിനും കൂടി ഒരു എക്സ്പ്രഷൻ ഫോം ചെയ്യണം, ക്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നമുക്ക് വീണ്ടും നോക്കാം. അപ്പോൾ ഈ എച്ചിനെയും വിനെയും നമ്മൾ എന്തിന് കറസ്പോണ്ടിങ് ആയിട്ട് റിസോൾവ് ചെയ്യണം?
ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് റിസോൾവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ക്യൂ ആയിട്ട് നമ്മൾ ഈ എച്ചിനെ റിസോൾവ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആംഗിൾ തീറ്റയാണ്. ഓക്കെ, ഇങ്ങോട്ടേക്ക് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ അത് എച്ച് കോസ് തീറ്റ എന്നുള്ള രീതിയിൽ വരും. ഇങ്ങോട്ടേക്ക് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ അത് എച്ച് സൈൻ തീറ്റ എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ ഇതിന് ഇങ്ങോട്ട് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്, അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എച്ച് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എച്ച് ആയതുകൊണ്ട് നമുക്കിവിടെ മൈനസ് എച്ച് സൈൻ തീറ്റ എന്നാവും. ഓക്കെ, മൈനസ് എച്ച് സൈൻ തീറ്റ കഴിഞ്ഞില്ല. വി യു എന്ത് ചെയ്യണം, ഈ ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് റിസോൾവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലെയിനിലേക്ക് ആക്ട് ചെയ്യുന്ന വി എന്ന് പറയുന്ന ഫോഴ്സാണ് ക്യൂ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഇതിനെ വിനെ നമുക്ക് ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇതിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് വി കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യൂ ഈസ് ഈക്വൽ ടു വി കോസ് തീറ്റ. അപ്പം വി എങ്ങോട്ടാണ്, ഈ ക്യൂവിൻ്റെ നമ്മൾ മാർക്ക് ചെയ്ത് അതേ ഡയറക്ഷനിൽ തന്നെയാണ് വിയും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്യൂവിൻ്റെ അതേ ഡയറക്ഷനിലാണ്, അപ്പം പ്ലസ് ആ വരാം. അപ്പം വി കോസ് തീറ്റ മൈനസ് എച്ച് സൈൻ തീറ്റ എന്നായിരിക്കും നമ്മുടെ ക്യൂവിൻ്റെ ഇക്വേഷൻ വരിക. ക്ലിയർ ആയോ പറഞ്ഞത്? ഈ എച്ചിനെ ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് റിസോൾവ് ചെയ്തു, അതേപോലെ വിനെയും ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് റിസോൾവ് ചെയ്തു. അപ്പോൾ ഈ എച്ചിനെ ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ഈ ആംഗിൾ തീറ്റയാണ്, അപ്പോൾ എച്ച് സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ ഈ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് റിസോൾവ് ചെയ്താൽ ഡയറക്ഷൻ വരിക. അപ്പോൾ മൈനസ് എച്ച് സൈൻ തീറ്റ എന്നാവും. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് സൈൻ തീറ്റ പ്ലസ് വി കോസ് തീറ്റ എന്നുള്ള രീതിയിൽ വരും. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, ക്യൂ ഈസ് ഈക്വൽ ടു വി കോസ് തീറ്റ മൈനസ് എച്ച് സൈൻ തീറ്റ എന്നുള്ളത് എഴുതാം. ഓക്കെ, ക്യൂ റേഡിയൽ ഷിയർ ഈസ് ഈക്വൽ ടു വി കോസ് തീറ്റ മൈനസ് എച്ച് സൈൻ തീറ്റ. അപ്പോൾ തീറ്റ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു പോയിന്റിലെ ഷിയർ ഫോഴ്സും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റിയാക്ഷനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിന് ആ ആർച്ചിൻ്റെ ഏത് സ്ഥലത്താണോ വേണ്ടത് ആ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ആർച്ചിൻ്റെ പ്ലെയിനിൽ പെർപെൻഡിക്കുലറായിട്ടും റേഡിയലായിട്ടും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഇത് എൻ ഈസ് ഈക്വൽ ടു എച്ച് കോസ് തീറ്റ പ്ലസ് വി സൈൻ തീറ്റ, ക്യൂ ഈസ് ഈക്വൽ ടു വി കോസ് തീറ്റ മൈനസ് എച്ച് സൈൻ തീറ്റ. ഓക്കെ, ക്ലിയർ ആയോ? അതായത് നമ്മളിവിടെ മാർക്ക് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് ഈ വി എന്ന് പറയുന്ന ഫോഴ്സ് ഇങ്ങോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് എന്തുകൊണ്ടാണ്? കാരണം ഈ ലോഡുകളൊക്കെ വെർട്ടിക്കലായിട്ട് ആക്ട് ചെയ്യുന്ന ലോഡുകളൊക്കെ താഴോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുക, വി എന്ന് പറയുന്ന ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ എച്ച് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനാ ടെൻഡൻസി ഉണ്ടാവുക. ഈ വെർട്ടിക്കൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇതിനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് നീങ്ങി പോകാനാ, അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള സപ്പോർട്ടിന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് പോകാനാ ടെൻഡൻസി ഉണ്ടാവുക. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്ലെയിനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് ആക്ട് ഈ ഒരു കേവിൻ്റെ എഫക്റ്റ് മുഖേന ഈ വെർട്ടിക്കലോട് ആക്ട് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടലായിട്ടുള്ള എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മൂവ് ചെയ്യിക്കാനാണ് ടെൻഡൻസി ഉണ്ടാവുക. അപ്പോൾ അതിനെ ഓപ്പോസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാരണമാണ് ഇങ്ങോട്ടേക്ക് എച്ച് ആക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നോർമലും അതിന് എലോങ് ആയിട്ടായിരിക്കും. ഇപ്പോൾ വി ഇങ്ങനെ ആയതുകൊണ്ട് റേഡിയലായിട്ടുള്ളതും ഈ ഡയറക്ഷനിലായിരിക്കും, അല്ലാതെ ഇവിടുന്ന് മേലോട്ടേക്ക് ആക്ട് ചെയ്യില്ല. കാരണം വെർട്ടിക്കൽ ഫോഴ്സൊക്കെ താഴോട്ട് ആക്ട് ചെയ്യുക. അതേപോലെ നോർമൽ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും നോർമൽ ത്രസ്റ്റിനും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഫോം ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എൻ ഈസ് ഈക്വൽ ടു എച്ച് കോസ് തീറ്റ പ്ലസ് വി സൈൻ തീറ്റ, ക്യൂ ഈസ് ഈക്വൽ ടു വി കോസ് തീറ്റ മൈനസ് എച്ച് സൈൻ തീറ്റ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്, ഓർത്തിരിക്കേണ്ട ഇക്വേഷനാണ്. ഡയറക്റ്റ് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി എക്സാമിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓക്കെ, ഇത് ഞാൻ ഡിറൈവ് ചെയ്തതിലോ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നതിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലം ചെയ്യാം. 3 hinged പാരബോളിക് ആർച്ച് സ്പ്രിങ്ങിങ് അറ്റ് ദ സെയിം ലെവൽ. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 3 hinged പാരബോളിക് ആർച്ച്, 3 hinged ആണ്. 2 hinge സപ്പോർട്ടിലുണ്ടാവും, 1 hinge റൈസിൽ, മാക്സിമം റൈസ് വരുന്ന പോയിന്റിലും ഉണ്ടാവും. സ്പ്രിങ്ങിങ് അറ്റ് ദ സെയിം ലെവൽ, അതായത് 2 സപ്പോർട്ടും ഒരേ ലെവലിലുള്ള കേസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് ഫോളോ ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എ 3 hinge arch of span 40 meter and rise 8 meter. ഓക്കെ, അപ്പം എൽ എന്ന് പറയുന്നത് അതിൻ്റെ സ്പാൻ എൽ എന്ന് പറയുന്നത് 40 മീറ്റർ ആണ്, റൈസ് 8 മീറ്റർ ആണ്, അതായത് സെൻറ്ററിൽ വരുന്ന റൈസ്. ഓക്കെ, ആർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്. carries concentrated loads of 200 kilonewton and 150 kilonewton at a distances of 8 meter and 16 meter from the left end. അപ്പോൾ ലെഫ്റ്റ് എൻഡിൽ നിന്ന്, ഈ ആർച്ചിൻ്റെ ലെഫ്റ്റ് എൻഡിൽ നിന്ന് 8 മീറ്റർ മാറിയിട്ട് 200 kilonewton എന്ന് പറയുന്ന പോയിന്റിലോട് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ
ലെഫ്റ്റ് എൻഡിൽ നിന്ന് 16 മീറ്റർ മാറിയിട്ട് 150 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് എ UDL ഓഫ് 50 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് ദ സ്പാൻ. ഓക്കെ, അപ്പോൾ ഈ ആർച്ചിൻ്റെ റൈറ്റ് ഹാഫ്, അതായത് ഇപ്പോൾ ഫുൾ സ്പാനിനെ നമുക്ക് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സ്പാനും റൈറ്റ് സ്പാനുമായിട്ട് നമുക്ക് തിരിക്കാം. അപ്പോൾ അതിൻ്റെ റൈറ്റ് സ്പാനിൽ ഫുള്ളായിട്ട് 50 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്ന UDL ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആൻഡ് വെർട്ടിക്കൽ റിയാക്ഷൻ. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഹൊറിസോണ്ടൽ റിയാക്ഷനും വെർട്ടിക്കൽ റിയാക്ഷൻസും ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റ എഴുതാം. ഓക്കെ, എൽ സ്പാൻ അല്ലേ, L = 40 മീറ്റർ, സ്മോൾ ലെറ്റർ R = 8 മീറ്റർ. പിന്നെ ലോഡ് തന്നിട്ടുണ്ട്, ലോഡ് കോൺസെൻട്രേറ്റഡ്, 2 ലോഡ് ഉണ്ട്. അപ്പോൾ ലോഡ് കോൺസെൻട്രേറ്റഡ് = 200 കിലോ ന്യൂട്ടൺ അറ്റ് 8 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്. ലോഡ് കോൺസെൻട്രേറ്റഡ് = 150 കിലോ ന്യൂട്ടൺ അറ്റ് 16 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്. പിന്നെ UDL ആക്ട് ചെയ്യുന്നുണ്ട് 50 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഓൺ ദ റൈറ്റ് ഹാഫ്. ഓക്കെ, ഇപ്പോൾ നമുക്കതിൻ്റെ ഫിഗർ വരയ്ക്കാം. 2 സപ്പോർട്ട് അല്ലേ, ഇത് 3 ഹിഞ്ചിലാണ്. അപ്പോൾ 2 സപ്പോർട്ടും സെൻറ്ററിൽ ഒരു ഹിഞ്ചും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 2 സപ്പോർട്ടിൽ ഓരോ ഹിഞ്ച്. ഓക്കെ, ഹിഞ്ചിൽ സപ്പോർട്ട് മാർക്ക് ചെയ്തു, സെൻറ്ററിൽ ഒരു ഹിഞ്ച്. ഓക്കെ, ലോഡ് ആക്ട് ചെയ്യുന്നത് 8 മീറ്റർ മാറിയിട്ട് 200 കിലോ ന്യൂട്ടൺ, 16 മീറ്റർ മാറിയിട്ട് 150 കിലോ ന്യൂട്ടൺ, റൈറ്റ് ഹാഫിൽ 50 കിലോ ന്യൂട്ടൺ പെർ മീറ്ററിൻ്റെ UDL. ഓക്കെ, ഇത് ടോട്ടൽ സ്പാൻ 40 മീറ്റർ ആണ്. അതുപോലെ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 20 മീറ്റർ മാറിയിട്ടായിരിക്കും. ഓക്കെ, അവിടെയാണ് മാക്സിമം റൈസ് ഉള്ള 8 മീറ്റർ. ഓക്കെ, അപ്പോൾ 20 ആണ് ഹാഫ് സ്പാൻ. അപ്പോൾ അതിൻ്റെ അവിടെ റൈസ് 8 മീറ്റർ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തു. പിന്നെ ഈ സപ്പോർട്ട് റിയാക്ഷൻസ് മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ 2 ഹിഞ്ചിലായതുകൊണ്ട് VAയും HAയും ഉണ്ടാവും, VB HB ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൊറിസോണ്ടൽ ലോഡുകളൊന്നും ആക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ HA എന്ന് പറയുന്നത് = HB ആണ്. അപ്പോൾ ഇതിൽ HH എന്ന് മാർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, 2 സൈഡിലും HH മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇത് ക്ലിയർ ആയോ? അപ്പോൾ ഈ ഫിഗർ വരച്ചിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. സ്റ്റെപ്പ് 1 വെർട്ടിക്കൽ റിയാക്ഷൻസ് VA ആൻഡ് VB ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി ബീമിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഏതെങ്കിലും ഒരു സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മൊമെൻ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് A, അതായത് സമ്മേഷൻ ഓഫ് മൊമെൻ്റ് അബൌട്ട് A = 0 ആണ്. അപ്പോൾ Aക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ മൊമെൻ്റ് എടുത്തു. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. Aക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 200 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ലോഡുണ്ട്. അപ്പോൾ ഇത് താഴോട്ട് ആക്ട് ചെയ്യുന്നു. Aയിലേക്കുള്ള ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും അല്ലേ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഞാൻ പ്ലസ് എടുത്തു. ഓക്കെ, 200 ഇൻറ്റു ഇതിലേക്കുള്ള Aയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 8 ആണ് അല്ലേ. 200 × 8, അതായത് പ്ലസ് 200 × 8, 150. എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ പ്ലസ് 150 × 16. പിന്നെ ഒരു UDL ആക്ട് ചെയ്യുന്നുണ്ട്. UDL എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ ആദ്യം ഇതിനെ പോയിന്റിലോടാക്കി മാറ്റി 50 × 20, കാരണം ഈ ഹാഫ് എത്രയായിരിക്കും? 20 ആയിരിക്കും. അപ്പോൾ 50 × 20 ഇപ്പോൾ ഇവിടെയാണ് ഈ 20ൻ്റെ ഹാഫിലായിരിക്കും ഇപ്പോൾ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു 20/2 + 20. ഓക്കെ, അതായത് 50 × 20 ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ട് ചെയ്യുന്നതിൻ്റെ ഹാഫിലായിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20/2 + 20. ഓക്കെ, പിന്നെ ഉള്ളത് ഇവിടെ വെർട്ടിക്കലാണ്. വെർട്ടിക്കൽ റിയാക്ഷൻ എങ്ങനെ ആക്ട് ചെയ്യുന്നത്? മേലോട്ട് ആക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ മേലോട്ട് ആക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുമ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ -VB × 40. പിന്നെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ 2 എണ്ണവും A എന്ന് പറയുന്നതിൻ്റെ ആ ലൈനിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് നമ്മൾ A എടുക്കുന്നത്. അപ്പോൾ Aയിലെ കൂടെ തന്നെ പാസ് ചെയ്യുന്നുണ്ട്. HAയും HBയും അവിടെ റിയാക്ഷൻ അവിടെ മൊമെൻ്റ് ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് എഴുതിയിട്ട് നമുക്ക് VB എത്രയാണെന്നുള്ളത് നമുക്കിപ്പം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ 200 × 8 + 150 × 16 + 50 × 20 × 20/2 + 20 -VB × 40. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ VB = 850 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് VA കണ്ടുപിടിക്കണം. ഇപ്പം VB നമുക്ക് കിട്ടി. അപ്പം VA കണ്ടുപിടിക്കാൻ സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് = 0. അപ്പോൾ VA + VB പിന്നെ ബാക്കിയുള്ള എല്ലാ വെർട്ടിക്കൽ ഫോഴ്സസും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ VAയും കിട്ടും. ഇപ്പം VA + VB
പിന്നെ ബാക്കിയുള്ള ലോഡുകളൊക്കെ താഴോട്ടാണ് അല്ലേ, വി എയും ബി ബിയും മേലോട്ട് ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പ്ലസ്സിലെടുത്തു. -200 താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. -150 പിന്നെ റൈറ്റ് ഹാഫിൽ ഒരു യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പോയിന്റിലോട്ടാക്കി മാറ്റുമ്പം -50 × 20 താഴോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് മൈനസ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ വി എ പ്ലസ് വി ബി -1350 0 എന്ന് കിട്ടും. വി എ -1350 - വി ബി നമ്മൾ ഓൾറെഡി 850 എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വി എ -1350 - 850 ദാറ്റ് ഈസ് ഈക്വൽ ടു വി എ 500 kN. അപ്പോൾ നമ്മളോട് ഈ ക്വസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന വെർട്ടിക്കൽ റിയാക്ഷൻസ് രണ്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചു. അതായത് വി എ 500 kN വി ബി 850 kN നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാം. സ്റ്റെപ്പ് നമ്പർ 2, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഓർ ഹൊറിസോണ്ടൽ റിയാക്ഷൻ. അപ്പോൾ നമുക്കിവിടെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് 3 ഹിഞ്ച്ഡ് പാരബോളിക് ആർച്ച് ആയതുകൊണ്ട് അല്ലെങ്കിൽ 3 ഹിഞ്ച്ഡ് ആർച്ച് ആയതുകൊണ്ട് ഇത് സെൻറ്ററിൽ വരുന്ന, അതായത് ആർച്ചിൻ്റെ സെൻറ്ററിൽ, അതായത് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഒരു ഹിഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഹിഞ്ച് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ പോയിന്റിലെ, അതായത് സി എന്ന് പറയുന്ന പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ ഹിഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ സി എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് =0 ആണ്. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി =0, MC =0. അപ്പം ടേക്കിംഗ് മൊമെൻറ്റ് ഫ്രം ലെഫ്റ്റ് സൈഡ്, അപ്പോൾ ലെഫ്റ്റ് സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് മൊമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ആ ഫിഗർ വെച്ചിട്ട് എടുക്കാം. MC = അപ്പോൾ സിയിലേക്ക് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കാം. ഓക്കെ, അപ്പം വി എ × സി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഏതാ ഡയറക്ഷൻ? വി എ സിയിലേക്ക് മേലോട്ട് വന്നിട്ട് ടുവേർഡ്സ് റൈറ്റ് തിരിഞ്ഞു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് പ്ലസ് അല്ലേ. അപ്പോൾ വി എ × 20. പിന്നെയുള്ള ഫോഴ്സ് HA ഉണ്ട്. HA ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ആക്ട് ചെയ്തിട്ട് ടുവേർഡ്സ് റൈറ്റ് ആക്ട് ചെയ്തിട്ട് മേലോട്ട്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ -HA × 8. ഓക്കെ, ഇനി 200 kN താഴോട്ട് ആക്ട് ചെയ്തിട്ട് ടുവേർഡ്സ് റൈറ്റ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് -200 ഇത് ഇവിടം തൊട്ട് ഇതുവരെ 20 ആണ്. അപ്പോൾ ഇവിടം തൊട്ട് ഇതുവരെ അത് 8 ആണ് അല്ലേ. അപ്പോൾ 200 എത്ര വരും? 20 നിന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ അല്ലേ 12 വരും. ഓക്കെ, 200 × 12. ഇനി അടുത്ത 150 താഴോട്ട് ആക്ട് ചെയ്യുന്നു ടുവേർഡ്സ് റൈറ്റ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് -150 ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 20 - 16 അല്ലേ, 4 ആയിരിക്കും. അപ്പോൾ -150 × 4. വേറെ ലോഡുകളൊന്നും ലെഫ്റ്റ് സൈഡിൽ ആ സി എന്ന് പറയുന്ന പോയിന്റിന് മുന്നേ ഇല്ല. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് H കിട്ടും. ഓക്കെ, അപ്പോൾ -MC = -HA × 8. ഓക്കെ, മൈനസ് എങ്ങനെയാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വി എ × 20 ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ്, -200 × 12 ലെഫ്റ്റ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ്, -150 × 4 ലെഫ്റ്റ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ HA സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ -500 × 20, അതായത് വി എ 500 ആണ്. അത് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പം എന്തായി? മൈനസായി. -500 × 20 -200 എന്നുള്ള ഇപ്പുറത്തേക്ക് വന്നപ്പോൾ പ്ലസ് ആയി. +200 × 12 150 ഇപ്പുറത്ത് വന്നപ്പം പ്ലസ് ആയി. 150 × 4 /8, അതായത് HA × 8ൻ്റെ 8 ഇപ്പുറത്തേക്ക് വന്നപ്പം /8 ആയി. അപ്പോൾ HA സോൾവ് ചെയ്തപ്പം 875 kN എന്നുള്ള കിട്ടി. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതിൽ ഹൊറിസോണ്ടലായിട്ടുള്ള ഫോഴ്സ് ഒന്നും നോർമലി ആർസിൽ വരില്ല. അപ്പം HA എന്ന് പറയുന്നത് HB എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പം ഇവിടെ HA = HB = H 875 kN സിൻസ് ദർ ആർ നോ ഹൊറിസോണ്ടൽ ഫോഴ്സസ്. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് 875 kN ആണ്. അപ്പോൾ നമ്മളോട് ഈ ക്വസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ചു. വെർട്ടിക്കൽ റിയാക്ഷൻസും കണ്ടുപിടിച്ചു, ഹൊറിസോണ്ടൽ റിയാക്ഷനും കണ്ടുപിടിച്ചു. ഓക്കെ, ഒന്നുമില്ല, സിമ്പിൾ കൺസെപ്റ്റാണ്. MOSൽ പഠിക്കുന്ന രീതി തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ചോദിക്കുക ഈ പ്രോബ്ലത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, ഇതെല്ലാവരും നോക്കുക, ഈ കൺസെപ്റ്റ് ക്ലിയർ ആയോ എന്നുള്ളത് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി മെയിനായിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ 15 മാർക്സിന് ചോദിക്കുന്ന രീതിയിലുള്ള പ്രോബ്ലം നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ദെൻ ബൈ. താങ്ക് യു.